ഇനി വാഹന സംബന്ധമായ കാര്യങ്ങളിൽ മാത്രമല്ല, അത്യാവശ്യം വായനയ്ക്കും അറിവും നേടാനുള്ള അവസരം കൂടി ഒരുക്കുകയാണ് കോഴിക്കോട് RTO. സിവിൽ സ്റ്റേഷനിലെ റീജിയണൽ RTO ഓഫീസിനുള്ളിലാണ് ഈ പുതിയ മിനി ലൈബ്രറി ആരംഭിച്ചത്. ലൈബ്രറിയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ സ്നേഹിൽകുമാർ സിംഗ് IAS നിർവഹിച്ചു. ഉച്ചയ്ക്ക് 1:15 മുതൽ 2 മണി വരെ ലൈബ്രറി ഉപയോഗിക്കാം. നിലവിൽ ഇപ്പോൾ RTO ഓഫീസിനുള്ളിലെ ജീവനക്കാർക്ക് മാത്രമായാണ് ലൈബ്രറി പ്രവർത്തിക്കുക. ഒഴിവു സമയം മൊബൈലിൽ ചിലവിടുന്നത് ഒഴിവാക്കി അറിവും മാനസിക സന്തോഷവും നേടുക എന്നതാണ് ഈ ലൈബ്രറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാതരം വായനക്കാർക്കുമുള്ള 400ഓളം പുസ്തകങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ 400 എന്നുള്ളത് 1000ലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. കൂടാതെ ദിനപത്രവും ഇവിടെ ലഭ്യമാകും. ഞാൻ PA നസീർ, കോഴിക്കോട് RTO. സർക്കാർ ഓഫീസിൽ വിശ്രമ വേളകൾ സാധാരണയായിട്ട് എല്ലാ സർക്കാർ ഓഫീസിലും കിട്ടാറുണ്ട്. ആ വിശ്രമ വേളകളിൽ പല വർഷവും സ്റ്റാഫുകൾ അത് മൊബൈലിൽ നോക്കിയും അല്ലെങ്കിൽ വെറുതെ അത് മിസ്യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടപ്പോൾ നമുക്ക് തന്നെ, ഞാനും എൻ്റെ കുറച്ച് ഇവിടുത്തെ ജൂനിയർ സൂപ്പർമാരെല്ലാം കൂടെ ഒരാശയം വന്നു. നമുക്ക് വായനാശീലം പൊതുവെ കുട്ടികൾക്ക് കുറയുന്ന പോലെ തന്നെ മുതിർന്നവർക്ക് കുറയുന്നുണ്ട്. വായിക്കും തോറും അറിവുകൾ കിട്ടുമെന്നുള്ള ആ ഒരു പ്രഥമ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഇടവേളകളിൽ സ്റ്റാഫുകൾക്ക് പുസ്തകം കൊടുക്കുന്നുണ്ട്. പുസ്തകങ്ങൾ കൊടുക്കുകയെന്ന് വെച്ചാൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് ആൻഡ് റൂള്, സർക്കുലേഴ്സ്, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് അപ്ഡേറ്റ് പുസ്തകങ്ങൾ, റോഡ് സേഫ്റ്റി ക്ലാസ്സിനെ കുറിച്ച് കാര്യങ്ങൾ, റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ പല പത്രമാധ്യമങ്ങളും നമുക്ക് പല ടൈപ്പ് പുസ്തകങ്ങളും, പ്രത്യേകിച്ച് MD വാസുദേവൻ സാറിൻ്റെ വീട്ടിൽ നിന്ന് പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 600ഓളം പുസ്തകങ്ങൾ ഞങ്ങളുടെ മിനി ലൈബ്രറിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം 1000 പുസ്തകമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇടവേളകളിൽ നമ്മൾ സ്റ്റാഫുകൾക്ക് ഇത് വായിക്കാനും വായിക്കുന്നവരുടെ അറിവ് നേടുവാനും അങ്ങനെ നമുക്കെല്ലാം ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ വരുത്തുവാനാണ് ഇത് ലക്ഷ്യമിടുന്നത്. ഇതിലിപ്പം ഏതൊക്കെ തരത്തിലുള്ള ബുക്കുകളാണ്, ദിനപത്രങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ടോ? എല്ലാ പത്രങ്ങളുടെ പത്രാഫീസിൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കുറേയധികം മാധ്യമങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പത്രങ്ങൾ കാണും, പത്രമാസികകൾ കാണും, പിന്നെ സ്പോർട്സ് മാസിക കാണും, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണും. അതുപോലെ തന്നെ നമുക്ക് ഒരു കൂടുതൽ അറിവ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ വലിയ കഥാകൃത്തുകൾ എഴുതിയ പുസ്തകങ്ങൾ, അങ്ങനെ എന്ന് വേണ്ട ഒരു സാധാരണ ഒരു ലൈബ്രറി കിട്ടുന്നതിനേക്കാളും വ്യത്യസ്തമായ പല പുസ്തകങ്ങളും ഈ ലൈബ്രറിയിലുണ്ട്. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ എന്ന് മാത്രമല്ല, സംസ്ഥാനത്ത് തന്നെ സർക്കാർ ഓഫീസിനുള്ളിൽ ഇത്തരത്തിലൊരു ലൈബ്രറി ഇതാദ്യമായാണ് ആരംഭിക്കുന്നത്.